അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടു. ഏതിൻ്റെ വീഡിയോ? ക്ലച്ചിൻ്റെ വീഡിയോ. ക്ലച്ചിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? രണ്ടുപേരും കണ്ടു. അപ്പം ഞാൻ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാം. എന്താണ് ക്ലച്ചിൻ്റെ ഉപയോഗം? ഗിയർ മാറ്റാൻ ക്ലച്ച് ഉപയോഗിക്കും. പിന്നെ എപ്പോഴും ഉപയോഗിക്കും? പിന്നെ ഉപയോഗിക്കുന്ന എപ്പോഴാണ് നക്ഷത്ര? എഞ്ചിനും ആക്സിലേറ്ററും. അത് വണ്ടിക്ക് അകത്ത് നടക്കുന്ന പ്രവർത്തനം. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന രണ്ട് സന്ദർഭങ്ങൾ എപ്പോഴേക്കാണ് ക്ലച്ച് ചവിട്ടുന്നത്? ഒന്ന് ഗിയറുകൾ മാറ്റാനും, മറ്റൊന്ന് ഒരു വാഹനത്തിനെ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിന് മുൻപുമാണ് ഏത് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒരു ഗിയറുകൾ മാറ്റുന്നതിന് മുൻപോ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിന് മുമ്പോ ക്ലച്ചിനെ നമ്മൾ മുഴുവൻ ചവിട്ടും, അല്ലേ? അങ്ങനെ ചവിട്ടുന്ന ക്ലച്ച് എങ്ങനെ ചവിട്ടണം? ഫുള്ള് ഒറ്റ ചവിട്ട്, സഡൻ. ഇപ്പൊ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ടായിരുന്നു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടണം, അല്ലേ? ക്ലച്ച് ചവിട്ടുമ്പോൾ ഏത് ഡിസ്കണക്ട് ആയി? നക്ഷത്ര, എഞ്ചിൻ ഡിസ്കണക്ട് ആയി. ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത് എഞ്ചിനെയും വീലുകളെയും വേർപെടുത്തിയാണ്, അല്ലേ? അപ്പൊ ക്ലച്ച് ചവിട്ടി എഞ്ചിൻ ഡിസ്കണക്ട് ആയി. അങ്ങനെ ഡിസ്കണക്ട് ആയാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണ്ട? ആക്സിലേറ്റർ കൊടുക്കണ്ട, അല്ലേ? അപ്പൊ ക്ലച്ച് ചവിട്ടി എഞ്ചിൻ ഡിസ്കണക്ട് ആയി, ആക്സിലേറ്റർ കുറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലച്ചും ആക്സും തമ്മിലുള്ള കോമ്പിനേഷനാണ്. നാളെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത ഗിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി അത് കുറയ്ക്കണം, ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുന്നു. അടുത്ത ഗിയർ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിന് മുമ്പ് ആദ്യം ക്ലച്ച് ചവിട്ടണം, ഏത് കുറയ്ക്കണം? ചില കുട്ടികൾ ആ ക്ലച്ച് ചവിട്ടുന്ന അതേ സമയം ഏത് കുറയ്ക്കില്ല, ചെറിയ ടൈമിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഇരയ്ക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ക്ലച്ച് ചവിട്ടി, പക്ഷേ ആക്സിലേറ്ററിൽ നിന്ന് പൂർണ്ണമായി. അപ്പോൾ ആ ഒരു ടൈമിംഗ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന എപ്പോഴും സഡൻ, ഒറ്റ ചവിട്ട്. ക്ലച്ച് ചവിട്ടുന്ന സന്ദർഭങ്ങൾ ഗിയറുകൾ മാറ്റുന്നതിന് മുൻപും ഒരു വാഹനത്തിന് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിന് മുമ്പും. അപ്പോൾ നമ്മളിപ്പോഴൊരു വണ്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് വണ്ടിയെ കൊണ്ടുപോകാൻ ആവശ്യമായ ആക്സിലേറ്റർ വെച്ചിട്ടുണ്ട്. വണ്ടി പോകും. ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുന്നു, ആക്സിലേറ്റർ കൊടുത്തു വെച്ചിട്ടുണ്ട്, വണ്ടി പോകും? ഇല്ല. എന്തുകൊണ്ട്? ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് പോകില്ല. കാരണം എഞ്ചിൻ എന്തായിരിക്കുന്നു? വേർപെട്ടിരിക്കുക, അല്ലേ? അപ്പോൾ വണ്ടി മുമ്പിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറക്റ്റ് പോയിന്റ് മാത്രം പറയും. ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് വണ്ടി മുമ്പിലോട്ട് പോകില്ല. വണ്ടി മുമ്പിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴാണ് എഞ്ചിന്റെ കറക്കം എവിടെ കിട്ടുന്നത്? ടയറുകളിലോട്ട് കിട്ടുന്നത്. ആക്സിലേറ്ററിലെ ടയറുകളിലോട്ട് കിട്ടുന്നത്. അപ്പോൾ എഞ്ചിന്റെ കറക്കം ഡയറക്റ്റ് ടയറുകളിലോട്ടല്ല കിട്ടുന്നത്. എഞ്ചിന്റെ ഏറ്റവും ബാക്കിലുള്ള ഒരു പോർഷനെ പറയുന്ന പേര് ഫ്ലൈ വീൽ എന്നാണ്. ഫ്ലൈ വീൽ നിന്ന് എഞ്ചിന്റെ കറക്കം ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഉപകരണത്തിനകത്ത് വരും. ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുമ്പോഴാണ് കറക്കം എവിടെ കിട്ടുന്നത്? ടയറുകൾ. അപ്പോൾ ഇതാണ് എഞ്ചിന്റെ ഏറ്റവും ബാക്കിലുള്ള ഫ്ലൈ വീൽ എങ്കിൽ ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലുമായിട്ട് ചേർന്നാണ്ടിരിക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് വേർപെടും. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴാണ് ഫ്ലൈ വീലുമായിട്ട് ചേർന്നത്. അപ്പോൾ ഫ്ലൈ വീൽ അതിവേഗതയിലാണ് കറങ്ങുന്നത്. അപ്പോൾ അതിവേഗതയിൽ കറങ്ങുന്ന ഒരു എഞ്ചിനോടൊപ്പം ഇത് പെട്ടെന്ന് ചേർന്നാൽ എഞ്ചിൻ ഇങ്ങനെ ചാടിയായി പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം? പറഞ്ഞോ? പതിയെ, സാവധാനത്തിൽ. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് ഈ ക്ലച്ച് പ്ലേറ്റ് എഞ്ചിന്റെ ഏറ്റവും ബാക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലുമായിട്ട് സാവധാനം ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചേർന്ന് ആ കറക്കം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വണ്ടിയിൽ എന്ത് അനുഭവപ്പെടും? ഒരു ചെറിയൊരു വൈബ്രേഷൻ അനുഭവപ്പെടും. അല്ലെങ്കിൽ വണ്ടി മൂവ് ചെയ്യാൻ പോകുന്നു എന്നൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി വെച്ചു, സാവധാനം ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. നമ്മൾ ആ മൂവിങ് പൊസിഷൻ, വൈബ്രേഷൻ വരുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചു. അവിടെ വെച്ചൊക്കെ മനസ്സിലായി വണ്ടി അനങ്ങി തുടങ്ങാൻ പോകുന്നു. ഒരു പോയിന്റ് എടുത്തു, വണ്ടിയുടെ ടയറുകൾ എന്തായി തുടങ്ങി? അനങ്ങി തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. അപ്പം നിങ്ങൾ ഒരു പോയിന്റ് ക്ലച്ച് ചവിട്ടി എഞ്ചിൻ എന്ത് ചെയ്യണം? വേർപെടുത്തും. ഇപ്പം നമ്മൾ മുഴുവൻ ചവിട്ടില്ല. അപ്പോൾ ഈ വണ്ടി അനങ്ങി തുടങ്ങിയ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് അഥവാ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ്. അപ്പോൾ ക്ലച്ചിന്റെ മൂവിങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച്, അത് ഏതാണോ അവിടെ നമ്മൾ ക്ലച്ചിനെ കൊണ്ട് നിർത്തണം. അവിടെ വെച്ച് സ്പീഡ് കൂടുന്നു പറഞ്ഞാൽ ഒരു പോയിന്റ് ചവിട്ടണം. സ്പീഡ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉയർത്തണം. ഇതാണ് നമ്മൾ ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവൽ. നമ്മളൊരു കാറിനെ മുറ്റത്ത് നിർത്തി ഓടിക്കുന്നത്, നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ അവസാനം എച്ചെടുക്കുന്നത്, തിരക്കുള്ള റോഡുകളിൽ ഓടിക്കുന്നത്, ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയിൽ വണ്ടി, ഇതെല്ലാം ക്ലച്ചിൻ്റെ ഇവിടെ നിർത്തിക്കൊണ്ടാണ്, ഈ മൂവിങ് പൊസിഷൻ നിർത്തിക്കൊണ്ട്. ഈ ഹാഫ് ക്ലച്ച് കിട്ടാത്ത കുട്ടികൾക്ക് ഒരു വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപകരണങ്ങളിൽ ഒന്ന് സ്റ്റിയറിങ്ങും മറ്റൊന്ന് ഏതുമാണ്? ക്ലച്ചാണ്. ഈ ക്ലച്ചിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് കാറിൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ള എക്സ്പീരിയൻസിലോട്ട് പോകണം. അപ്പോൾ ചുരുക്കം, എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ എങ്ങനെ ചവിട്ടണം? പെട്ടെന്ന് ചവിട്ടുന്ന ക്ലച്ച് പെടൽ എവിടെ പോയി തട്ടണം? താഴെ പ്ലാറ്റ്ഫോം. ക്ലച്ച് ചവിട്ടി ഏത് കുറച്ചു? ആക്സിലേറ്റർ കുറച്ചു. ക്ലച്ച് ചവിട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഗിയർ ഇടാൻ വേണ്ടി. ഗിയർ ഇട്ടു. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വലത്തേക്കാലം ഏതിൻ്റെ പുറത്ത് വയ്ക്കണം? ആക്സിലേറ്ററിൻ്റെ പുറത്ത് വയ്ക്കണം. സാവധാനം എന്ത് ചെയ്തു? ക്ലച്ച് റിലീസ് ചെയ്തു. വൈബ്രേഷൻ വന്നു. വണ്ടി മൂവ് ചെയ്യുന്നു എന്ന് തോന്നി. ആ മൂവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലച്ചിനെ ഹോൾഡ് ചെയ്യണം. അവിടെ വെച്ച് സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചവിട്ടണം. സ്പീഡ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉയർത്തണം. വേഗത കുറച്ച് ഓടിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതല്ല റോഡിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് റോഡിൽ നമ്മൾ വേഗതയിൽ വാഹനം ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാല് വരേണ്ടത് എവിടെയായിരിക്കണം? ബ്രേക്കിലാണ്. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് പ്രത്യേക വേഗതയ്ക്കകത്താവുമ്പോൾ ബ്രേക്കിനോടൊപ്പം ഏത് ചവിട്ടണം? ക്ലച്ച്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലച്ചിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. അപ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റ് ഏതുമായിട്ട് ചേർന്നിരിക്കും? ഫ്ലൈ വീലുമായി ചേർന്നിരിക്കും. അപ്പോൾ ഫ്ലൈ വീലുമായിട്ട് ചേർന്നിരിക്കുമ്പം ഫ്ലൈ വീല് കറങ്ങുമ്പം ഏത് കറങ്ങും? ക്ലച്ച് പ്ലേറ്റ് കറങ്ങും. ക്ലച്ച് വീലിൻ്റെ കറക്കം, ഈ ക്ലച്ചിൻ്റെ കറക്കം നേരെ ഗിയർ ബോക്സിനകത്തോട്ട് പോകും. അപ്പോൾ ഗിയർ ബോക്സിനെ ഞാനത് കാണിച്ചു തരും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഇതാണ്. അപ്പം നമ്മൾ എഞ്ചിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത് കണ്ട ഫ്ലൈ വീൽ റിംഗ്. അപ്പോൾ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഉപകരണമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ എന്ന ഉപകരണം ഇതാണ് സ്റ്റാർട്ടർ. അപ്പോൾ ഈ സ്റ്റാർട്ടർ എന്ന ഉപകരണത്തിനകത്ത് കണ്ട പല്ലുകളുണ്ട്. ഈ പല്ലുകളെ നമ്മൾ പറയുന്ന പേര് ബെൻഡെക്സ് എന്നാണ്. ബെൻഡെക്സ്. സ്റ്റാർട്ടറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലൈ വീലിനോട് ചേർന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്ലൈ വീലിനോട് ചേർന്ന് ഇങ്ങനെയാണ് സ്റ്റാർട്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴീ ബെൻഡെക്സ് ഫ്ലൈ വീലിനോട് ചേർന്നിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബെൻഡെക്സ് ചേർന്ന് വന്ന് ഏതിനെ കറക്കും? ഫ്ലൈ വീലിനെ കറക്കും. നമ്മൾ കൈ വിടുമ്പോൾ ഈ ബെൻഡെക്സ് അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ സ്റ്റാർട്ടറിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെൻഡെക്സ് ഫ്രണ്ടിലോട്ട് വന്നാണ് ഫ്ലൈ വീൽ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലുടൻ കൈ വിടണം. അല്ലെങ്കിൽ ഫ്ലൈ വീൽ റിങ്ങിനോടൊപ്പം സ്റ്റാർട്ടറിന്റെ ബെൻഡെക്സും കൂടെ കറങ്ങും. സ്റ്റാർട്ടറിനകത്തുള്ള ആർമച്ചർ, സ്റ്റേറ്റർ എന്നുള്ള സംഭവത്തിനൊക്കെ കേടുപാടുകൾ സംഭവിക്കും. പിടികിട്ടിയ? അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതിനെ കുറിച്ചാണ്? ക്ലച്ച്. അപ്പോൾ നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എൻജിൻ കറക്കുക. ഇപ്പം വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ കറങ്ങും. ഇങ്ങനെ എൻജിൻ നിൽക്കാതെ കറങ്ങും. എൻജിൻ കറങ്ങുന്ന ഫംഗ്ഷൻ നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെ എൻജിൻ കറങ്ങുമ്പോഴാണ് ഏത് കറങ്ങുന്നത്? ഫ്ലൈ വീല് കറങ്ങുന്നത്. ഫ്ലൈ വീല് കറങ്ങുമ്പോൾ ഏത് കറങ്ങും? ക്ലച്ച് പ്ലേറ്റ് കറങ്ങും. ഗിയർ ബോക്സിനകത്ത് കറങ്ങും. ക്ലച്ച് ചവിട്ടുമ്പോൾ ഏത് സെപ്പറേറ്റ് ആയി? ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് വേർപെട്ടു. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ കണ്ട ഫ്ലൈ വീലുമായിട്ട് ചേരും. ക്ലച്ച് ചവിട്ടുമ്പോൾ സെപ്പറേറ്റ് ആവും. ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എൻജിൻ വേർപെട്ടു. അപ്പൊ നമ്മൾ ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് ചേർക്കേണ്ടത് സാവധാനത്തിലായിരിക്കണം. ഇത്രയും കാര്യം പിടി കിട്ടിയ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കാർത്തിക് ഇങ്ങോട്ട് വന്നു. കാർത്തിക് ഇവിടെ വരും. അതുവഴി വന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിനെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് ആക്കിയിരിക്കുകയാണ്. പിടിക്കുക. ഇതിൽ ഏതാണ് ബ്രേക്ക്? യെസ്, ബ്രേക്ക് ചെയ്യും. എങ്ങനെ കൈ വരണം? യെസ്, ഇങ്ങനെയാണ് വരേണ്ടത്. വിരലുകൾ ഇതിനേക്കാൾ ഉയർന്നു പോരുത്. അപ്പോൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു വാഹനത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ബ്രേക്കാണ്. അവസാനം നമ്മൾ കാലെടുക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? ബ്രേക്ക്. ബ്രേക്കിനോടൊപ്പം ക്ലച്ചൂടെ ചവിട്ടിക്കോ. ചവിട്ടുന്ന ക്ലച്ച് എവിടെ പോയി തട്ടണം? താഴെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കാർത്തിക് ക്ലച്ച് ചവിട്ടാൻ എന്ത് ചെയ്തു? ഓക്കെ, ശരി, ഓക്കെ. ബ്രേക്ക് എന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ വച്ചു. അപ്പം ആക്സിലേറ്റർ കൊടുക്കരുത്. നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുന്നു. എൻജിൻ ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു മീറ്റർ നമുക്ക് കാണാൻ പറ്റും. ആ മീറ്റർ സ്കെയിലിൽ 3 എന്നൊരു നമ്പർ കാണാൻ പറ്റും. അപ്പോൾ സാവധാനത്തിൽ ക്ലച്ച് റിലീസ് ചെയ്യൂ. വളരെ സ്ലോയിൽ 3 എന്ന് പറയുന്ന നമ്പറിൽ കൊണ്ടുവന്ന് നിർത്തണം. നേരെ ഇരുന്നോ? നോർമലായിരിക്കും. 3 നമുക്ക് കൂളായിട്ട് കാണാൻ പറ്റും. 3 കണ്ടോ? ഈ 3 എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ കറക്കം വീലുകളിലോട്ട് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ പറയുകയാണ് സ്പീഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ശകലം എഞ്ചിനെ ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ ശകലം ക്ലച്ചിനെ എന്ത് ചെയ്യണം? നമ്മൾ പഠിപ്പിച്ചതാണ്. ഇപ്പം 3 കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം 2.9 ആയി. അപ്പം വണ്ടിയുടെ സ്പീഡ് കുറയുന്നു. അപ്പം ഏതുവരെ വരണം?
3 വരെ വരണം. ഉണ്ട്. ഇപ്പൊ 3 കാണാമല്ലോ. അപ്പൊ 3യുടെ അപ്പുറം കടന്നു പോരും. അപ്പൊ 3 എന്ന് പറയുന്ന ഒരു സാങ്കല്പിക നമ്പർ എന്ന് പറയുന്നത് എഞ്ചിന്റെ കറക്കം ടയറുകളിലോട്ട് കിട്ടിത്തുടങ്ങുന്നതാണ്. ഇത് വണ്ടി ഓടിക്കുന്ന ഒരാളിന് മനസ്സിലാവും എഞ്ചിൻ കണക്റ്റ് ആവുന്നു ഡിസ്കണക്റ്റ് ആവുന്നു. പക്ഷെ അത് എല്ലാ വിഭാഗം കുട്ടികൾക്കും പെട്ടെന്ന് പിടികിട്ടില്ല. ടെക്നിക്കൽ നോളജ് ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പിടികിട്ടും, അതില്ലാത്ത കുട്ടികൾക്ക് പിടികിട്ടാൻ താമസിക്കും. ആ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ സമയതാമസം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് 3ൽ നിൽക്കുകയാണ് അല്ലേ, എന്ന് പറഞ്ഞാൽ മൂവിങ് പൊസിഷനിലാണ്. സ്പീഡ് കൂടുന്നു 2.9, കറക്റ്റ്. സ്പീഡ് കുറയുന്നു 3, സ്പീഡ് കൂടുന്നു 2.9, സ്പീഡ് കുറയുന്നു 3, സ്പീഡ് കൂടുന്നു 2.9. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ബ്രേക്ക്, ഒറ്റ ചവിട്ടി ഇങ്ങനെ എന്നിട്ട് വിളിക്കരുത്. ക്ലച്ച് ചവിട്ടി എന്ത് ചെയ്ത് വെച്ചോണം? ബ്രേക്ക് ചവിട്ടി വെക്കണം. എന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് വിട്ട് കാലിവിടെ വെക്കണം. ആക്സിഡൻറ്റിൽ ക്ലച്ചിനെ സാവധാനം റിലീസ് ചെയ്യും. ആക്സിഡൻറ്റ് കൊടുക്കണ്ട. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ക്ലച്ചിനെ മാത്രം കൊണ്ടുവരും. യഥാർത്ഥം നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലച്ച് വിട്ടിരിക്കാം, പറയുന്നത് ശ്രദ്ധിച്ചു. യഥാർത്ഥം നമ്മൾ ക്ലച്ച് എടുക്കേണ്ടത്. അപ്പോൾ 3 ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തിട്ടില്ല, ക്ലച്ച് പയ്യെ റിലീസ് ആവട്ടെ. ഇപ്പോൾ 3 ആകുമ്പോഴത്തേക്കും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. 3 ആയോ? അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ വരുന്ന ആ ഒരു പോയിന്റിൽ എത്തുമ്പം നമ്മൾ ഏത് വയ്ക്കണം? ആക്സിലേറ്റർ. 1ലോ 2ലോ ആക്സിലേറ്റർ വച്ചു. അങ്ങനെ വച്ചിട്ട് ക്ലച്ചിനെ നമ്മൾ 3ൽ കൊണ്ടെത്തുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു. സ്പീഡ് കൂടുന്നു, ഒരു പോയിന്റ് നമ്മൾ ചവിട്ടുന്നു, അപ്പോഴും ആക്സിലേറ്റർ സ്റ്റേബിൾ ആണ്. സ്പീഡ് കുറയുന്നു, ഒരു പോയിന്റ് ഉയർത്തി, അപ്പോഴും ആക്സിലേറ്റർ സ്റ്റേബിൾ ആണ്. പക്ഷേ കൂടുതൽ ചവിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഏത് കുറയ്ക്കണം? അല്ലെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കണം. വീണ്ടും കറക്റ്റ് ആ 3ലെത്തുമ്പം ഏത് വരണം? ആക്സിലേറ്റർ സ്റ്റേബിൾ ആവണം. ഇതാണ് ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോളിൻ്റെ പ്രാക്ടീസ്. പക്ഷേ ഇവിടെ ക്ലച്ച് അങ്ങനെ വെച്ചോ, കൈവിടരുത്. ഇവിടെ നമ്മൾ ഒരു വണ്ടിയെ നമ്മളിപ്പോൾ ഇന്നിറങ്ങുന്ന പുതിയ മോഡൽ വണ്ടികളിലൊക്കെ ക്ലച്ച് ചവിട്ടും. ക്ലച്ച് ചവിട്ടിയിട്ട് ആക്സിഡൻറ്റ് കൊടുക്കാതെ ക്ലച്ച് റിലീസ് ചെയ്യും. അങ്ങനെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാതെ ഒന്നിച്ചെടുക്കലിടേ കൊടുക്കുക. ഇവിടെ കൊണ്ട് നിർത്തണം. കൊണ്ട് നിർത്തും. കൊടുക്കാൻ 3ൽ കൊണ്ട് നിർത്തണം. ഈ 3ൽ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും വണ്ടി എങ്ങനെ പോകും? തനിച്ച് പോകും. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം MBFI എഞ്ചിനാണ്, ഹൈ സ്പീഡ് എഞ്ചിനാണ്. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട അതല്ല. ക്ലച്ച് ഹാഫ് ക്ലച്ചിലെത്തി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കൊടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം? ആക്സിലേറ്റർ. എന്നാലേ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് സാർ എവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് വണ്ടിയെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുഴിയിലൊക്കെ വണ്ടി കയറി ഇറങ്ങണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ആക്സിലേറ്റർ ഉണ്ടായിരിക്കണം. മനസ്സിലാവും? ഒരു കയറ്റത്ത് വണ്ടി എടുക്കുമ്പോഴും ഏത് വെച്ചേ എടുക്കാൻ പറ്റൂ? ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്റർ വയ്ക്കാതെ എടുക്കുന്ന കുട്ടികൾക്കൊന്നും ആ ഡ്രൈവിങ്ങിൽ വേണ്ടത്ര എന്ത് കിട്ടില്ല? പ്രാക്ടീസ് കിട്ടില്ല. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും, പോവാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എവിടെ കൊണ്ടുവരണം? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ക്ലച്ച്, മൂവിങ് പൊസിഷൻ, ഹാഫ് ക്ലച്ച്, ബൈറ്റിംഗ് പോയിന്റ്. അത് ഓരോ വണ്ടിയിലും ചില വണ്ടിയിൽ 4 ആയിരിക്കും മൂവിങ് പൊസിഷൻ, ചിലത് 5 ആവും, ചിലത് 2 ആയിരിക്കും. അപ്പം നമുക്ക് ഓടിക്കാൻ കിട്ടുന്ന വണ്ടി ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല. അപ്പോൾ ഏത് വണ്ടിയിലാണോ എന്ന് നമുക്ക് ക്ലച്ച് അറിഞ്ഞുമ്പോൾ പയ്യെ എടുക്കും. എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പിടികിട്ടോ, ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഇവിടെ ആയിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കാലിന് പിടികിട്ടി കഴിഞ്ഞു. പിന്നെ കാല് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ അത് കൺട്രോൾ ചെയ്തോളും? ക്ലച്ച്. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, സ്റ്റോപ്പ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. അപ്പോൾ ഡൗട്ടുകൾ വരരുത്, പിടിയില്ല, മതി. അപ്പോൾ മതി എന്ന് പറയുമ്പോൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഏന്ന് കാലെടുക്കും? ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി അനങ്ങുന്നുണ്ടോ ശ്രദ്ധിച്ച് ഏന്ന് കാലെടുക്കുള്ളൂ, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുള്ളൂ. ഓക്കെ, ശരി. ഇതാണ് ഇതാണ് ഏത് എഞ്ചിൻ. നമ്മൾ കണ്ട ഫ്ലൈ വീല്. ഇതാണ് ക്ലച്ച് അസംബ്ലി. ഇതിനകത്താണ് ഏതുള്ളത്? ക്ലച്ച് പ്ലേറ്റ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ക്ലച്ച് പ്ലേറ്റിന് ഞാൻ ഗിയർ ബോക്സിനകത്ത് വെച്ചേക്കാണ്, കണ്ട. ഇതാണ് ഏത്? ക്ലച്ച് പ്ലേറ്റ്. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് കറങ്ങിയാൽ ഈ ഷാഫ്റ്റ് കറങ്ങും, ഈ ഷാഫ്റ്റ് കറങ്ങിയാൽ ബാക്ക് വീല് കറങ്ങും. പിടിയില്ലേ? നക്ഷത്രം ഇരിക്കും. ഞാൻ പറയും പോലെ ചെയ്യണേ. ഓക്കെ. ബ്രേക്ക്, ക്ലച്ച്, ഒറ്റ ചവിട്ടി. അപ്പം നക്ഷത്രം കയറി ബ്രേക്ക് ചവിട്ടി, ക്ലച്ച് ചവിട്ടി. ക്ലച്ച് ചവിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? കാർത്തിക്, ക്ലച്ച് ചവിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? എഞ്ചിൻ ഡിസ്കണക്ട് ആയി. കണ്ടോ? എഞ്ചിൻ സെപ്പറേറ്റ് ആയി അല്ലേ? അപ്പൊ എഞ്ചിൻ കറങ്ങുമ്പോൾ എഞ്ചിന്റെ കറക്കം ടയറുകളിൽ കിട്ടും. കണ്ട, ഫ്രണ്ട് ടയർ കറങ്ങി വണ്ടി മുമ്പിലോട്ട് പോകുന്നെങ്കിൽ ഏത് വീൽ ഡ്രൈവർ? ഫ്രണ്ട് വീൽ ഡ്രൈവർ. മനസ്സിലായി? അപ്പൊ എഞ്ചിന്റെ കറക്കം ഇവിടെ വെച്ചത് പൂർണ്ണമാവും. അപ്പോൾ അത് ഇവിടുത്തെ 2 ആക്സിലുകൾ കണ്ടോ? ആക്സിലുകൾ വഴിയാണ് കറക്കം ഇവിടെ കിട്ടുന്നത്, ഫ്രണ്ട് വീലുകൾ.
അപ്പോൾ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ്. ചില വാഹനങ്ങളിൽ എഞ്ചിൻ്റെ കറക്കം കിട്ടുന്നത് ഇപ്പോൾ എഞ്ചിൻ്റെ കറക്കം ഫ്ലൈ വീൽ വഴി, ക്ലച്ച് അസംബ്ലി വഴി ഗിയർ ബോക്സിനകത്ത് വരും. കാർത്തികേ, ഗിയർ ബോക്സ് ഇപ്പുറത്ത് വരും. ഗിയർ ബോക്സിൽ നിന്ന് ഈ ഒരു ഒലക്ക പോലിരിക്കുന്ന സാധനം കണ്ട പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതുവഴി ഡിഫറൻഷ്യൽ യൂണിറ്റ് നോക്കിയാൽ ഡൂമായ ഒരു സംഭവം കണ്ട ഡിഫറൻഷ്യൽ യൂണിറ്റ് വഴി ഇതിനകത്ത് ആക്സിലുണ്ട് ഫ്രണ്ടിൽ കണ്ടതുപോലെ. എവിടെ വരും? ടയറുകളിൽ വരും. അപ്പോൾ എഞ്ചിൻ്റെ കറക്കം എവിടെ കിട്ടിക്കഴിഞ്ഞു? അപ്പോൾ ഏത് വീൽ ഡ്രൈവായി? ബാക്ക് വീൽ ഡ്രൈവായി. ഓക്കെ. അതല്ല, എഞ്ചിൻ്റെ കറക്കം 4 വീലുകളിലും കിട്ടും ചില വാഹനങ്ങളിൽ. അത് ഏത് വീൽ ഡ്രൈവായി? കാർത്തികേ, 4 വീലുകളിൽ എഞ്ചിൻ്റെ കറക്കം കിട്ടുന്നെങ്കിൽ ഏത് വീൽ ഡ്രൈവ്? 4 വീൽ ഡ്രൈവ്. അപ്പോൾ ഈ 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിലും റിയർ വീൽ ഡ്രൈവ് ആണെങ്കിലും ക്ലച്ച് ചവിട്ടുമ്പോൾ ഏത് ഡിസ്കണക്റ്റ് ആയി? എഞ്ചിൻ. അപ്പോൾ ക്ലച്ച് ചവിട്ടി എഞ്ചിൻ ഡിസ്കണക്റ്റ് ആയാൽ പിന്നെ നമ്മൾ ഏത് കൊടുക്കണ്ട? ആക്സിലേറ്റർ കൊടുക്കണ്ട. ഇതിനകത്ത് ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അത് ഈ ഡിഫറൻഷ്യലിനെ കുറിച്ചാണ്. എന്താണ് വാഹനത്തിൽ ഡിഫറൻഷ്യലിൻ്റെ ഉപയോഗം അറിയാമോ? കാറിൻ്റെ ഓരോ പാർട്സുകൾക്കും അതിൻ്റെ ഓരോ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷനെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കും, ഇത് നമ്മുടെ എഞ്ചിനാണ്. എഞ്ചിനകത്ത് 3 സ്പാർക്ക് പ്ലഗുകളുണ്ട്. ഈ സ്പാർക്ക് പ്ലഗുകളിലോട്ട് കറണ്ട് എത്തിക്കുന്ന ഉപകരണം ഇതാണ്. അപ്പോൾ കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് അതിന് ഡിഫറൻഷ്യൽ എന്നുള്ള പേര് പറയുന്നു എന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഒരു വളവ് തിരിയുക. ഇപ്പോൾ റൈറ്റിലോട്ടൊരു വണ്ടി വളവ് തിരിയുന്നെങ്കിൽ വലതുവശ ടയറും ഇടതുവശ ടയറും ഒരുപോലെയാണോ കറങ്ങേണ്ടത്? തന്നെ. നക്ഷത്രം പറയുന്നു ഒരു വളവ് വലത്തോട്ട് തിരിയുമ്പം വലതുവശത്തെയും ഇടതുവശത്തെയും ടയറുകൾ ഒരേപോലെയാണ് കറങ്ങേണ്ടത്. ആണോ? പെട്ടെന്ന് പറയും, പെട്ടെന്ന് ആൻസർ ചെയ്യും. അതെ. കാർത്തിക് എന്ത് പറയുന്നു? ഒരു വണ്ടി വലത്തോട്ടൊരു വളവ് തിരിയുമ്പം വലതുവശത്തെ ടയറും ഇടതുവശത്തെ ടയറും ഒരുപോലെയാണോ കറങ്ങേണ്ടത്? അല്ലെ ഒരു ടയർ കൂടുതലും ഒരു ടയർ കുറച്ചുമാണോ കറങ്ങേണ്ടത്? ഒരു ടയർ കൂടുതലും ഒരു ടയർ കുറച്ചാണ്. ഈ ഒരു പിക്ചർ നോക്കൂ, ഇതാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ്. ഇവിടെ ഒരു വണ്ടി വലത്തോട്ട് തിരിയുകയാണ്. വലത്തോട്ട് തിരിയുമ്പോൾ വലതുവശത്തെ ടയർ കുറച്ചും ഇടതുവശത്തെ ടയർ കൂടുതലും കറങ്ങിയാൽ മാത്രമേ ഒരു വണ്ടിയുടെ വളവ് എന്താവുള്ളൂ? തിരിയുള്ളൂ. അപ്പോൾ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കറക്കങ്ങൾ 2 ടയറുകളിൽ എത്തിക്കുന്നതുകൊണ്ടാണ് ആ ഡൂമായ ഉപകരണത്തിന് ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ യൂണിറ്റ് ഇപ്പോൾ സ്റ്റിയറിംഗ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു വണ്ടിയുടെ വളവ് തിരിയില്ല. ഒരു വണ്ടിയുടെ വളവ് തിരിയണമെങ്കിൽ സ്റ്റിയറിംഗ് മാത്രം പോരാ, ഡിഫറൻഷ്യൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി എന്താവുള്ളൂ? വളവ് തിരിയൂ. പിടിയില്ല. അപ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി. ഓക്കെ, കാല് ആക്സിലേറ്റർ വയ്ക്കും. യെസ്. കാർത്തിക് ഇങ്ങോട്ട് വരും. യെസ്, ഇവിടെ ക്ലച്ച്. ഓക്കെ, ഞാൻ പറയണേ, സാവധാനം ക്ലച്ച് റിലീസ് ചെയ്യും. പയ്യെ ഇന്നില്ലേ, ഒരു മിനിറ്റ് ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടു. ഈ സിസ്റ്റം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൂറ്റി ഒന്ന് പുറകിലോട്ട് സ്ലൈഡ് ചെയ്തോണേ. ഓക്കെ, ഏത് ക്ലച്ചിൻ്റെ പയ്യെ 2 കൈ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ വണ്ടി ഓടിക്കരുത്, 2 കൈ സ്റ്റിയറിംഗിലാണ് ഇരിക്കേണ്ടത്. സാവധാനം ക്ലച്ച് റിലീസ് ആവട്ടെ. പയ്യെ. ഞാൻ പറഞ്ഞത് നക്ഷത്രയ്ക്ക് പിടിയിട്ടില്ല. ക്ലച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഉപ്പൂറ്റി ശകലം ബാക്കിലോട്ട് എന്ത് ചെയ്തോണം? സ്ലൈഡ് ചെയ്തോണം. ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യും. സാവധാനം മതി. ഇതാണ് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് എങ്കിൽ ഇവിടെ ക്ലച്ച് അവിടെ നിൽക്കണം. ഞാൻ പറയുന്നു സ്പീഡ് കൂടുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, ക്ലച്ച് ചവിട്ടി ബ്രേക്ക്, സ്റ്റോപ്പ്. ഓക്കെ. ഇപ്പം നക്ഷത്രയ്ക്ക് നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലച്ച് എടുക്കുന്നത് ആ കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ നിൽക്കുന്നില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉയർന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്ലച്ച് കൺട്രോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ചെയ്ത് പെർഫെക്റ്റ് ആവുന്നു അതുപോലെ തന്നെ ആയിരിക്കും കാറിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ സാവധാനം ഒരേപോലെ യൂണിഫോം ആയിട്ട് വേണം അത് ഉയരേണ്ടത്. എന്നിട്ട് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന സാങ്കല്പിക പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തണം. അവിടെ വെച്ച് സ്പീഡ് കൂടുമ്പോൾ ഒരു പോയിന്റ് ചവിട്ടണം, സ്പീഡ് കുറയുമ്പം ഒരു പോയിന്റ്. അത് ഹാഫ് ക്ലച്ച് വരെ ഉയരാൻ പാടുള്ളൂ. ഓക്കെ, വീണ്ടും കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ. സാവധാനം ക്ലച്ച് റിലീസ്. മതി. ഇതാണ് ഹാഫ് ക്ലച്ചിങ്. ഞാൻ പറയുന്നു സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്, സ്റ്റോപ്പ്. ആ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ക്ലച്ചിനെ പൂർണ്ണമായും നക്ഷത്രം എന്ത് ചെയ്തിട്ടില്ല? ചവിട്ടിയാ താഴെ പോയി തട്ടിയാ ആ തട്ടുന്നതിൻ്റെ സൗണ്ട് എന്നെ കേൾപ്പിക്കണം. വരുന്ന 3 ദിവസങ്ങളിൽ റോഡിൽ കാറിൻ്റെ ക്ലാസ് പോകുമ്പോഴും ആ ക്ലച്ച് ചവിട്ടുന്ന സൗണ്ട് എന്നെ കേൾപ്പിക്കും. ആ ക്ലച്ച് സഡനായിട്ടാണ് ചവിട്ടി ആക്സിഡൻറ്റ് കുറയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ലെവൽ വളരെ ഉയർന്നിരിക്കും. അതല്ല ക്ലച്ച് ചവിട്ടാൻ ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ വണ്ടിയെ വരുത്തിയ സ്പീഡ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കിട്ടിയ വീണ്ടും കാല് ആക്സിഡൻറ്റിൽ വയ്ക്കും. ഓക്കെ, ക്ലച്ച് സാവധാനം റിലീസ് ആവട്ടെ. ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവച്ച് നിർത്തും.
ഹാഫ് ക്ലച്ച് ആയ സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ക്ലച്ച് വിട്ട് ബ്രേക്ക് ചെയ്യണം. വീണ്ടും ഒരിക്കൽ കൂടെ കാല ആക്സിഡന്റ് വയ്ക്കും, സാവധാനം ക്ലച്ച് റിലീസ്, മൂവിങ് പൊസിഷനിൽ കൊണ്ടുവച്ച് നിർത്തണം. നിർത്തി ഇപ്പം ഞാൻ പറയാണ് ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിക്കാൻ പാടുള്ളൂ? ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടി എഞ്ചിനെ ഡിസ്കണക്ട് ചെയ്തിട്ടേ തിരിക്കാൻ പാടുള്ളൂ. ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടും, ഒരു പോയിന്റ് ചവിട്ടണം. ക്ലച്ച് ചവിട്ടുന്നതിന് പറഞ്ഞത് ക്ലച്ച് ഓഫ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു പോയിന്റ് ചവിട്ടുമ്പോൾ എഞ്ചിൻ ഡിസ്കണക്റ്റ് ആയി. കാരണം ഇപ്പോഴത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ വണ്ടിയെ തിരിക്കാൻ പറ്റുള്ളൂ. അല്ലെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് തിരിക്കാൻ പറ്റുന്ന പ്രാക്ടീസ് നമുക്ക് കിട്ടില്ല തുടക്കമായതുകൊണ്ട്. അതുമാത്രമല്ല നിർത്തിക്കൊണ്ടൊരു വാഹനത്തിൻ്റെ ടയറുകൾ തിരിക്കാനും പാടില്ല. ഈ ടയറുകളുടെ ഈ ഭാഗത്തിനെ കണ്ട ഇത് നമ്മുടെ ത്രെഡ് എന്ന് പറയും. ഇതിന് കേടുപാടുകൾ സംഭവിക്കും. അതുകൊണ്ട് റൺ ചെയ്യുമ്പോൾ മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളും ആയതുകൊണ്ട് ആദ്യ ക്ലാസ്സിൽ അതേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ റൈറ്റിലോട്ട് തിരിക്കാൻ പറയുമ്പോൾ ഒരു പോയിന്റ് ക്ലച്ച് ചവിട്ടും, എന്നിട്ട് സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിക്കും. വെരി ഗുഡ്. ടയറുകൾ റൈറ്റിലോട്ട് തിരിഞ്ഞു. അപ്പോൾ നമ്മളൊരു വളവ് തിരികെയാണ്. ഇനി വീണ്ടും ക്ലച്ച് പയ്യെ റിലീസ് ആവട്ടെ. മതി. സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു. ഇപ്പോൾ ബോഡി ലെവലായി. 2 റൗണ്ട് റിട്ടേൺ. വെരി ഗുഡ്. കറക്റ്റ്. വീണ്ടും സ്പീഡ് കൂടുന്നു. ഓക്കെ. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു. ഓക്കെ. സ്പീഡ് കുറയുന്നു. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടണം. ചവിട്ടും. എന്നിട്ട് ലെഫ്റ്റ് തിരിക്കും. കാർത്തികയെ ശ്രദ്ധിച്ചോണം. ഓക്കെ. വീണ്ടും അതുപോലെ സ്പീഡ് കുറയുന്നു, സ്പീഡ് കൂടുന്നു, സ്പീഡ് കൂടുന്നു. ബോഡി ലെവലായി. ക്ലച്ച് ഒരു പോയിന്റ് ചവിട്ടിയിട്ട് റിട്ടേൺ. മതി. സ്റ്റോപ്പ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തു. എഞ്ചിൻ ഓഫ് ചെയ്യുന്നു. എഞ്ചിൻ ഓഫ് ചെയ്യും. വെറുതെ എങ്കിലും സാങ്കല്പികമായി എഞ്ചിൻ ഓഫ് ചെയ്യും. എന്നിട്ട് ആദ്യം എന്ന് കാർ എടുക്കണം? ക്ലച്ച് എടുക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് പിടിക്കണം. ഹാൻഡ് ബ്രേക്ക് പിടിക്കും. മതി. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് അവസാനമേ ഏതെന്ന് കാർ എടുക്കാവും? ബ്രേക്ക്. കാർ എടുക്കും.